ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാട്ടറിവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പുറമേ നല്ല ക്രിസ്പും ഉള്ളിൽ സോഫ്റ്റുമായ ഉഴുന്നുവട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉഴുന്നാണ്. ഞാനിവിടെ ബോൾ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നുവട ഉണ്ടാക്കാൻ ബോൾ ഉഴുന്നാണ് നല്ലത്. 200 ഗ്രാം ഉഴുന്നും 1 നുള്ളു ഉലുവയും 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നുവട ക്രിസ്പാകാൻ വേണ്ടിയാണ് ഉലുവ ചേർക്കുന്നത്. ഉലുവ കൂടുതലായാൽ കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരയ്ക്കുന്നത്. അത്യാവശ്യമെങ്കിൽ അല്പം വെള്ളം ചേർക്കാം. വെള്ളം കൂടുതലായാൽ ഉഴുന്നുവടയിൽ കൂടുതൽ എണ്ണ പിടിക്കും. ഇപ്പോൾ ഉഴുന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി 2 മണിക്കൂർ അടച്ചു വെക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് ചതച്ചത് 1/4 ടീസ്പൂൺ, 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്താലുടൻ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഉഴുന്ന് നന്നായി കുതിർന്ന് പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ച സവാള മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇത് 10 മിനിറ്റ് മാറ്റി വെക്കാം. ചൂടായ പാനിൽ എണ്ണ ഒഴിച്ച് തിളപ്പിക്കണം. പച്ചവെള്ളത്തിൽ കൈമുക്കിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് കുറച്ചെടുത്ത് ഉരുളയാക്കണം. പിന്നീട് ചെറുതായി ഒന്ന് പരത്തി തള്ളവിരൽ കൊണ്ട് നടുക്ക് ഹോൾ ഉണ്ടാക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് തയ്യാറാക്കാൻ. വടയുടെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞ് മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഫ്രൈ ആയി കഴിഞ്ഞ് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ ഉഴുന്നുവട തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക.